ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 75 ഹോട്ട് ടോപ്പിക്സിൻ്റെ 15ാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമാണ്. കറണ്ട് അഫയേഴ്സിൽ നമ്മൾ 2 സംസ്ഥാനങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് ഗുജറാത്തും പിന്നെ രാജസ്ഥാനുമാണ്. അതേപോലെ തന്നെ ഹിസ്റ്ററി ആ ഒരു വിഭാഗത്തിൽ നമ്മൾ ഇന്ന് 1ാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഒന്ന് അയക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് 1ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് ആദ്യം നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. 1ാം ലോക മഹായുദ്ധ കാലഘട്ടം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PSCയുടെ ഏതൊരു എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് 1ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. 1ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1914 മുതൽ 1918 വരെയാണ് 1ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 1914 മുതൽ 18 വരെ കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് ഈ പറയുന്ന റഷ്യൻ റവല്യൂഷൻ, അതേപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ. അപ്പോൾ അതൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അതായത് എന്താണ് ഓരോ രാജ്യങ്ങളും അവരുടെ ശക്തികൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ രണ്ട് ചേരികളായി തിരിഞ്ഞ് അവരുടെ 2 ഭാഗത്തേക്കും രാജ്യങ്ങളെ ഒത്തുകൂടിപ്പിച്ച് അല്ലെങ്കിൽ സംഘടിപ്പിച്ച് ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് തിരിയുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യുദ്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോളനികൾക്കും അതേപോലെ തന്നെ കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും അതേപോലെ തന്നെ സംഘർഷങ്ങളും സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. മാക്സിമം ഓരോ രാജ്യത്തിനും അവരവരുടേതായിട്ടുള്ള വലിയ വലിയ കോളനികൾ സൃഷ്ടിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന ആ കോളനികളിൽ നിന്നും കമ്പോളങ്ങൾ, അതായത് വലിയ വലിയ കമ്പോളങ്ങൾ സൃഷ്ടിച്ച് അവിടെയുള്ള ഒരു പരസ്പര മത്സരമായിരുന്നു ശരിക്കും 1ാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ രാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. 1ാം ലോക മഹായുദ്ധത്തിലെ 2 പ്രധാന സൈനിക ചേരികൾ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് മക്കളെ, ഓർത്തു വച്ചോ. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണെയാണ്. 1ാം ലോക മഹായുദ്ധത്തിലെ 2 പ്രധാനപ്പെട്ട ചേരികളായിരുന്നു ഏതൊക്കെ? ത്രികക്ഷി സഖ്യവും അതേപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദവും എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണെയാണ് കേട്ടോ. അതായത് 1ാം ലോക മഹായുദ്ധത്തിലെ 2 പ്രധാനപ്പെട്ട സൈനിക ചേരികളായിരുന്നു ഒന്ന് ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതർവൈസ് നോൺ എസ് ട്രിപ്പിൾ അലയൻസ് എന്നറിയപ്പെടുന്നതാണ് ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത്. ഇനി ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്നത് ട്രിപ്പിൾ എൻഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ എൻഡന്റ് എന്ന് പറയുന്നതാണ് ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്നത്. ആരൊക്കെയായിരുന്നു ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇമ്പോർട്ടന്റ്. ആസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി ആയിരുന്നു ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി, ഈ 4 രാജ്യങ്ങളായിരുന്നു ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 അംഗങ്ങളാണ്. ഒന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ഇതായിരുന്നു ത്രികക്ഷി സൗഹാർദ്ദത്തിലെ, അതായത് ട്രിപ്പിൾ എൻഡന്റിന്റെ അംഗങ്ങൾ എന്നറിയപ്പെടുന്നതായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. 1ാം ലോക മഹായുദ്ധ കാലഘട്ടം എന്നാന്ന് ചോദിച്ചാൽ 1914 മുതൽ 18 വരെയാണ് 1ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു?
കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പരസ്പര മത്സരങ്ങളും അതേപോലെ തന്നെ സംഘർഷങ്ങളുമാണ് ശരിക്കും ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാന സൈനിക ചേരികളായിരുന്നു ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും എന്ന് പറയുന്നത്. ത്രികക്ഷി സഖ്യത്തിലെ അംഗങ്ങളാണ് ആസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി. ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. പാൻസ്ലാവ് പ്രസ്ഥാനം നമുക്കറിയാം, കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാബ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൻസ്ലാവ് പ്രസ്ഥാനം ഏത് രാജ്യ? അത് റഷ്യയുമായി ബന്ധപ്പെട്ടാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ റഷ്യയാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന പാൻസ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചത്. അതായത് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാബ് വംശജരത്, ഇവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, സ്ലാബ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ, അതായത് റഷ്യയുടെ നേതൃത്വത്തിൽ ഏകീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് പ്രസ്ഥാനം രൂപീകരിച്ചത്? പാൻസ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചത്. ചിലപ്പോൾ PSC ഇങ്ങനെ ചോദിക്കാം, താഴെ പറയുന്നവയില് പാൻസ്ലാവ് പ്രസ്ഥാനം ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ കീഴിൽ സ്ലാബ് വംശജരെ അണിനിരത്താനായിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു എന്തെന്ന് പറയുന്നത്, പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്? ശരിക്കും ഈ പേരിൽ തന്നെ എന്താണ് പാൻ ജർമ്മൻ പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്കറിയാം. അതായത് ഈ പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് മധ്യ യൂറോപ്പില് എന്താണ് ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് മധ്യ യൂറോപ്പിലെ ബാൽക്കൻ മേഖലയിൽ സ്വാധീനം ഉറപ്പാക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കാൻ ജർമ്മനി തുടങ്ങിയ പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്, പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പാൻസ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയാണ് സ്ലാബ് വംശജരെ അണിനിരത്താൻ വേണ്ടി കൊണ്ടുവന്നത് പാൻസ്ലാവ്. പക്ഷേ പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായിട്ട് ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കാൻ ജർമ്മനി തുടങ്ങിയതാണ് പാൻ ജർമ്മൻ. ഓൾറെഡി ഇതിന്റെ അകത്ത് തന്നെ എന്തുണ്ട്, ഈ പേരിന്റെ ഒരു ഭാഗം കൂടി ഉണ്ട്, പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജർമ്മനിയാണ് എന്ത് പാൻ ജർമ്മൻ പ്രസ്ഥാനം തുടങ്ങിയത് എന്ന് മനസ്സിലാക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് പറ്റും. ഓക്കെ, ഇനി എന്താണ് പ്രതികാര പ്രസ്ഥാനം? 1871 ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്നും അൾസൈസ് ലോറൈൻ എന്ന പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ജർമ്മനി. ഓക്കെ, ഏതാണ് പ്രദേശത്തിന്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾസൈസ് ലൊറൈൻ. അങ്ങനെ തന്നെയാണ്, കാരണം സ്പെല്ലിങ്ങിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പറയുമ്പോൾ നോക്കിക്കോ. അതായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾസൈസ് ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിന് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 1871 ഫ്രാൻസിന്റെ പക്കൽ നിന്നും അൾസൈസ് ലോറൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ജർമ്മനി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. അപ്പോ ഈ പ്രതികാര പ്രസ്ഥാനം ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ നേതൃത്വത്തിലാണ് എന്ത് പ്രതികാര പ്രസ്ഥാനം ആരംഭിച്ചത്. എന്നാണ് 1871 ഫ്രാൻസിന്റെ പക്കൽ നിന്നും അൾസൈസ് ലോറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ജർമ്മനി കൈവശപ്പെടുത്തിയ ഈ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്, പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിസന്ധികളിലേക്ക് നയിച്ച സാമ്രാജ്യത്വ കിട മത്സരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് മൊറോക്കൻ പ്രതിസന്ധിയും അതേപോലെ തന്നെ ബാൽക്കൻ പ്രതിസന്ധിയും. നമുക്ക് പഠിക്കാം എന്താണ് ഈ മൊറോക്കൻ പ്രതിസന്ധി എന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് ഈ ബാൽക്കൻ പ്രതിസന്ധി എന്നുള്ളത് നമുക്ക് പഠിക്കാം. 1904 അതായത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യ സന്ധിയോടെ അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗഡിയിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയെ ഫ്രഞ്ച് കോങ്കോയുടെ
ചില ഭാഗങ്ങൾ ജർമ്മനിയിലേക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. ഇതൊരു യുദ്ധത്തിലേക്ക് നയിച്ചു. ഇതാണ് എന്തെന്ന് പറയുന്നത് മൊറോക്കൻ പ്രതിസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലാണ് ഒപ്പിട്ട രഹസ്യസന്ധിയോട് അനുബന്ധിച്ചാണ് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചത്. മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനിയോട് ഇത് അംഗീകരിക്കില്ല എന്ന് മൊറോക്കൻ തുറമുഖമായ അഗഡിയിൽ ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. അപ്പോ ഈ തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയെ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. ഇതൊരു യുദ്ധത്തിലേക്ക് നയിച്ചു. ഇതായിരുന്നു എന്തെന്ന് പറയുന്നത് മൊറോക്കൻ പ്രതിസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊറോക്കൻ പ്രതിസന്ധി. ഇനി എന്താണ് ബാൾക്കൻ പ്രതിസന്ധി എന്ന് ചോദിക്കാം. ഇതങ്ങനെയൊന്നും ചോദിക്കത്തില്ല, മിക്കപ്പോഴും PSC ചോദിക്കാറുള്ള മൊറോക്കൻ പ്രതിസന്ധി ആരൊക്കെ തമ്മിൽ, അതേപോലെ തന്നെ മൊറോക്കൻ പ്രതിസന്ധി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം ലോക മഹായുദ്ധം. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബാൾക്കൻ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും അതേപോലെ തന്നെ കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബാൾക്കൻ മേഖല എന്ന് പറയുന്നത്. ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മേഖലയാണ് ബാൾക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മേഖലയാണ് ബാൾക്കൻ എന്ന് പറയുന്നത്. 1912 തുർക്കിയെ പരാജയപ്പെടുത്തിയ ബാൾക്കൻ സഖ്യത്തിലെ രാജ്യങ്ങളാണ് സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ, ബൾഗേറിയ. യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കുവെക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണമാണ്. അപ്പോൾ ഇത്രയാണ് ബാൾക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബാൾക്കൻ പ്രതിസന്ധി? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബാൾക്കൻ മേഖല. ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മേഖലയാണ് ഈ ബാൾക്കൻ എന്ന് പറയുന്നത്. 1912 തുർക്കിയെ പരാജയപ്പെടുത്തിയ ബാൾക്കൻ സഖ്യത്തിലെ രാജ്യങ്ങളായിട്ടുള്ള സെർബിയ, അതേപോലെ തന്നെ ഗ്രീസ്, മോണ്ടിനെഗ്രോ, ബൾഗേറിയ. യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കെടുക്കുന്നതിൽ ബാൾക്കന്റെ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇനി ഒന്നാം ലോക മഹായുദ്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം പെട്ടെന്നുള്ള കാരണം എന്താ ചോദിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുള്ള കാരണം അത് നമുക്ക് എപ്പോഴും ചോദിക്കാം. കാരണം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ചോദിച്ചു പോവാവുന്നതാണ് ഈ ഒരു ചോദ്യം. റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ സഹായത്തോടെ ആസ്ട്രിയയും ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുള്ള കാരണം ചോദിക്കാം. എന്താണ്? റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ സഹായത്തോടെ ആസ്ട്രിയയും ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ്? റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ സഹായത്തോടെ ആസ്ട്രിയയും ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചു. ഈ സമയത്താണ് ആസ്ട്രിയ കിരീടവാസിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ബോസ്തിയുടെ തലസ്ഥാനമായ സരോവയിൽ വെച്ച് വധിക്കപ്പെട്ടത്. ഫ്രാൻസിസ് വധിച്ച സെർബിയൻ യുവാവാണ് ഗാവ്ലോ പ്രിൻസിപ്പ് എന്ന് പറയുന്നത്. ഗാവ്ലോ പ്രിൻസിപ്പ് പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനയായിരുന്നു ബ്ലാക്ക് ഹാൻഡ്. ഒരിക്കൽ ചോദിച്ചേക്കണെയാണ് ഈ പറയുന്ന ഗാവ്ലോ പ്രിൻസിപ്പ് പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനയുടെ പേരെന്താ ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത് ബ്ലാക്ക് ഹാൻഡ്. അപ്പോൾ ബ്ലാക്ക് ഹാൻഡ് സംഘടന താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ പറയുന്ന ഗാവ്ലോ പ്രിൻസിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്തായിരുന്നു പെട്ടെന്നുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ സഹായത്തോടെ ഓസ്ട്രിയയും ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചു. ഈ സമയത്താണ് ആസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ്
ബോസ്നിയയുടെ തലസ്ഥാനമായ സരാബോയിൽ വച്ച് വധിക്കപ്പെട്ടത്. അപ്പോൾ ശരിക്കും ആരായിരുന്നു ഈ പറയുന്ന ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ് ബോസ്നി തലസ്ഥാനമായ എവിടെയാ സരാബോയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഫ്രാൻസിസ് ഫെർഡിനാവോ വധിച്ച സെർബിയൻ യുവാവ് ആരാ ചോദിച്ചാൽ അതാണ് ഗാവ്ലോ പ്രിൻസപ്പ്. ഗാവ്ലോ പ്രിൻസപ്പ്. ഗാവ്ലോ പ്രിൻസപ്പ് പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനയുടെ പേരാണ് ബ്ലാക്ക് ഹാൻഡ്. ഇമ്പോർട്ടന്റ് ആണ്. ഗാവ്ലോ പ്രിൻസപ്പ് പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ബ്ലാക്ക് ഹാൻഡ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹാൻഡ് ആരുടെയാണ്? ഗാവ്ലോ പ്രിൻസപ്പ് പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനയുടെ പേരാണ് ബ്ലാക്ക് ഹാൻഡ് എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ആസ്ട്രിയ സെർബിയയെ ആക്രമിച്ച തീയതിയാണ് 1914 ജൂലൈ 28. തുടങ്ങുകയാണ് യുദ്ധം. ഓക്കെ, അപ്പോ എന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ആസ്ട്രിയ സെർബിയയെ ആക്രമിച്ച തീയതിയാണ് 1914 ജൂലൈ 28. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രത്യേകത ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രത്യേകത ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം. അതേപോലെ തന്നെ വിഷവാതക പ്രയോഗം നടന്നു. വിഷവാതക പ്രയോഗം ആദ്യമായി ഉപയോഗിച്ച രാജ്യമാണ് ജർമ്മനി. നമുക്ക് പറയാം അതിനെ എന്തെന്ന്? രാസായുധം എന്ന്. ഓക്കെ, അപ്പോ വിഷവാതകം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. എന്താണ് വിഷവാതകം എന്ന് വെച്ചാൽ രാസായുധത്തെയാണ് നമ്മൾ വിഷവാതകം എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങളാണ് ഫോസ്ജീനും അതേപോലെ തന്നെ ക്ലോറിനും. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ച രാസായുധങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ജീനും അതേപോലെ തന്നെ ക്ലോറിനുമാണ്. ലോകത്തിൽ ആദ്യമായി യുദ്ധ ടാങ്ക് നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിൽ ആദ്യമായി യുദ്ധ ടാങ്ക് നിർമ്മിക്കുകയും അതേപോലെ തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്ത രാജ്യമായിരുന്നു ബ്രിട്ടൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ആദ്യ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും എന്താണ് പിൻവാങ്ങിയ ആദ്യത്തെ രാജ്യം ത്രികക്ഷി സൗഹാർദ്ദത്തിലെ രാജ്യമായിട്ടുള്ള റഷ്യ ആയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലാവുകയും യുദ്ധം തുടരവെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പക്ഷത്തേക്ക് കൂറുമാറുകയും ചെയ്ത രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി ആരുടെ കൂടെയായിരുന്നു? ത്രികക്ഷി സഖ്യത്തിൽ ആവുകയും യുദ്ധം തുടരെ ബ്രിട്ടന്റെ ഫ്രാൻസിന്റെയും പക്ഷത്തേക്ക് കൂറുമാറുകയും ചെയ്ത രാജ്യമായിരുന്നു ഇറ്റലി എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെണ്ടർ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ വെണ്ടർ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? വെണ്ടൻ യുദ്ധം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരൊക്കെ തമ്മിലാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനിയും അതേപോലെ തന്നെ ഫ്രാൻസും. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജർമ്മനിയും അതേപോലെ തന്നെ ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് വെണ്ടൻ യുദ്ധം. വെണ്ടൻ എന്നാണ് കേട്ടോ. വെണ്ടൻ യുദ്ധം നടന്ന വർഷം എന്നാണ് ചോദിച്ചാൽ മക്കളെ 1916 വെണ്ടൻ യുദ്ധം നടന്നത്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ജർമ്മൻ ചക്രവർത്തി ആരാന്ന് ചോദിച്ചാൽ കൈസർ വില്യം സെക്കൻഡ് ആണ്. കൈസർ വില്യം സെക്കൻഡ് ആണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ജർമ്മൻ ചക്രവർത്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൈസർ വില്യം സെക്കൻഡ് ആണ്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് വൂഡ്രോ വിൽസൺ ആണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, ബേസ് പോയിന്റ് ആണ്, തെറ്റിക്കരുത്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വൂഡ്രോ വിൽസൺ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ രാജ്യവും അതേപോലെ തന്നെ അവർ ഒപ്പിട്ട സന്ധികൾ ഏതൊക്കെയാണെന്നുള്ളതും വർഷങ്ങളും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ജർമ്മനി രാജ്യം ജർമ്മനിയാണ്. സന്ധി വേഴ്സായി സന്ധി 1919 ജൂൺ 28. അടുത്തത് ഓസ്ട്രിയ സെന്റ് ജർമ്മൻ സന്ധി 1919 സെപ്റ്റംബർ 10. ഇനി ബൾഗേറിയ നുയിനയി സന്ധി 1919 നവംബർ 27 ബൾഗേറിയ നുയിനയി സന്ധി ഒപ്പുവെച്ചത്. ഇനി ഹംഗറി ട്രയാനൻ സന്ധിയാണ് ഹംഗറി. തുർക്കി ആണെങ്കിൽ സെവേറ സന്ധി 1920 ഓഗസ്റ്റിലാണ്. ഇനി ട്രയാനൻ സന്ധി എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് 1920 ജൂണിലാണ് ട്രയാനൻ സന്ധി എന്ന് പറയുന്നത്. 1920 ജൂണിലാണ്. ജൂൺ. ഓക്കെ,
ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജർമ്മനി വേഴ്സായി സന്ധിയാണ്. ഓസ്ട്രിയ എന്ന് പറയുന്നത് സെന്റ് ജർമ്മൻ സന്ധിയാണ്. ബൾഗേറിയ നുയിനൈ സന്ധി. ഹംഗറി എന്ന് പറയുന്നത് ട്രയാനൻ സന്ധി. തുർക്കി സെവേറെ സന്ധി എന്ന് പറയുന്നത്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണ് വൂഡ്രോ വിൽസൺ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണ് വൂഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യമാണ് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യം. ഓക്കെ, അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യം ഏതാന്ന് ചോദിച്ചാൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചത്. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച സഖ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യമാണ്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം അധികാരം നഷ്ടപ്പെട്ട രാജവംശങ്ങളാണ് ജർമ്മനിയിലെ ഹോഹൻ സോളൻ രാജവംശം. ഓക്കെ, അപ്പോൾ ജർമ്മനിയിലെ ഏതാണ്? ഹോഹൻ സോളൻ രാജവംശമാണ് ഒന്നാമത്തെ. ഒന്നാം ലോക മഹായുദ്ധാനന്തരം അധികാരം നഷ്ടപ്പെട്ട രാജവംശങ്ങളാണ് ജർമ്മനിയിലെ ഹോഹൻ സോളൻ രാജവംശം. ആസ്ട്രിയ ഹംഗറിയിലെ ഹാബ്സ്ബർഗ് രാജവംശം. ഓക്കെ, അപ്പോ ഏതാണ്? ആസ്ട്രിയയിലെ അല്ലെങ്കിൽ ഹംഗറിയിലെ ഹാബ്സ്ബർഗ് രാജവംശം. ഇനി നമുക്കറിയാം റഷ്യയിലെ റൊമനോവ് രാജവംശം. റഷ്യയിലെ റൊമനോവ് രാജവംശം. ഓക്കെ, അപ്പോ ഏതാണ്? റഷ്യയിലെ റൊമനോവ് രാജവംശം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ബേസ് ആയിട്ട് നമുക്ക് പറയുന്നത്. ഇനി യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവഹാനി സംഭവിക്കുകയും അതേപോലെ തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ യുദ്ധത്തിന്റെ ഫലങ്ങളായിരുന്നു ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്? ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. അതേപോലെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ട സമാധാന സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ട സംഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏതാണ്? സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ട സമാധാന സംഘടനയുടെ പേരാണ് സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യം സ്ഥാപിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ വൂഡ്രോ വിൽസൺ. ആരാണ്? വൂഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങാൻ കാരണമായ ഉടമ്പടി ഏതാന്ന് ചോദിച്ചാൽ അത് ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഉടമ്പടിയാണ്. 1918 മാർച്ച് 3 ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഉടമ്പടി വന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങാൻ കാരണമായ ഉടമ്പടി ഏതാണ് എന്ന് ചോദിക്കാം. അതേതാണ്? ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഉടമ്പടിയാണ്. 1918 മാർച്ച് 3. ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച സമ്മേളനമായിരുന്നു പാരീസ് സമ്മേളനം. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിച്ച സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അത് പാരീസ് സമ്മേളനമാണ്. യൂറോപ്യൻ സാമ്പത്തിക മേധാവിത്വം ദുർബലമാക്കാൻ കാരണമായ യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത ഒരേ ഒരു രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമാണ് അമേരിക്ക. നമുക്കറിയാം ആ സമയത്ത് ഏറ്റവും കൂടുതൽ, അതായത് ഫണ്ടായിട്ട്, ക്യാഷ് ആയിട്ടും അതേപോലെ തന്നെ യുദ്ധ സാമഗ്രികളൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ യൂറോപ്പിലേക്ക് സപ്ലൈ ചെയ്ത ആരാന്ന് ചോദിച്ചാൽ അത് അമേരിക്ക തന്നെയാണ്. ആ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വായ്പ നൽകിയതും ആര് തന്നെയാണ്? ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുടർന്ന് ബ്രിട്ടീഷ് പൗണ്ടിന് പകരം ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനമായി മാറിയത് ശരിക്കും അമേരിക്കൻ ഡോളർ തന്നെയായിരുന്നു. കാരണം അത്രത്തോളം സ്വാധീനം ആ ഒരു യുദ്ധത്തിൽ ആര് ചെലുത്തിയിട്ടുണ്ട്? അമേരിക്ക ചെലുത്തിയിട്ടുണ്ട്. ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം, അതായത് ന്യൂയോർക്ക് ഓഹരി കമ്പോളം ആവിർഭവിച്ച രാജ്യമാണ് അമേരിക്ക. ഇനി എന്താണ് കറുത്ത വ്യാഴാഴ്ച? ചോദിക്കാം PSCക്ക്. കറുത്ത വ്യാഴാഴ്ച താഴെ പറയുന്നവയിൽ ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാം ലോക മഹായുദ്ധവുമായി
ബന്ധപ്പെട്ടാണ് കറുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്നത്. കറുത്ത വ്യാഴാഴ്ച എന്താണ്? 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത്. എന്താണ്? 1929 ഒക്ടോബർ 24, അതായത് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത്. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കുന്നതിനുള്ള ശ്രമവും ആണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. അതേപോലെ തന്നെ ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഒന്നാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ച് ചാർലി ചാപ്ലിൻ പ്രതിപാദിച്ച സിനിമയാണ് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പട്ടാളക്കാരോടുള്ള ആദരസൂചകമായി ലയൺസ് ഓഫ് ദ ഗ്രേറ്റ് വാർ എന്ന പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആ സ്ഥലമാണ് സ്മിത്ത് വിക്ക് എന്ന് പറയുന്ന സ്ഥലം. എവിടെയാണ് സ്മിത്ത് വിക്ക് എന്ന് ചോദിച്ചാൽ ബ്രിട്ടനിലാണ് സ്മിത്ത് വിക്ക് എന്നറിയപ്പെടുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം യൂറോപ്യൻ രാജ്യങ്ങളുടെ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെ കുറിച്ച് ചാർലി ചാപ്ലിൻ പ്രതിപാദിച്ച സിനിമയാണ് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ലയൺസ് ഓഫ് ദ ഗ്രേറ്റ് വാർ എന്ന പ്രതിമ സ്ഥാപിച്ച വിദേശ നഗരം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് സ്മിത്ത് വിക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടനിലാണ്. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാഷിസവും അതേപോലെ തന്നെ ജർമ്മനിയിലെ നാസിസവും. നമുക്ക് എപ്പോഴും അറിയാം, കാരണം അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട രണ്ട് വേർഡുകളുമാണ്, അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട രണ്ട് ആളുകളുമാണ് മുസോളിനിയും അതേപോലെ തന്നെ ഹിറ്റ്ലറും. ഇനി അവരെ കുറിച്ചുകൂടി നമുക്കൊന്ന് പഠിക്കാം. ഫാസിസവും നാസിസവും എന്നീ ആശയങ്ങൾ രൂപീകരണത്തിന് കാരണമായ ഘടകങ്ങളായിരുന്നു സാമ്പത്തിക തകർച്ച എന്ന് പറയുന്നത്. യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ. മുസോളിനി ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു മുസോളിനി എന്ന് പറയുന്നത്. അപ്പോൾ മുസോളിനിയാണ് ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആള്. ഇറ്റലിയുടെ ഭരണാധികാരിയായ വർഷം എന്നാ ചോദിച്ചാൽ മുസോളിനി 1922 ഇറ്റലിയുടെ ഭരണാധികാരിയായി മാറിയത് മുസോളിനി. രൂപീകരിച്ച സംഘടനയായിരുന്നു ഫാസിസ്റ്റ് ഡി കോമ്പാറ്റിമെന്റോ. ഓക്കെ, അപ്പോൾ ഫാസിസ്റ്റ് ഡി കോമ്പാറ്റിമെന്റോ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മുസോളിനിയാണ്. രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ. ഒത്തിരി തവണ PSC ചോദിച്ചു പോയതാണ് കരിങ്കുപ്പായക്കാരുടെ ആ ഒരു ചോദ്യം. അതായത് കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്ന സംഘടന താഴെ പറയുന്നവയിൽ ആരാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ അത് മുസോളിനിയാണ്. ഇത് എവിടെയാണ് സംഘടന എന്ന് ചോദിച്ചാൽ അത് ഇറ്റലിയിലാണ്. പ്രസിദ്ധമായ റോം മാർച്ച് സംഘടിപ്പിച്ചു, അതാരാണ്? മുസോളിനിയാണ്. അതേപോലെ തന്നെ അനുയായികൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് ഡ്യൂച്ചെ എന്ന പേരിലാണ്. ഈ ഡ്യൂച്ചെ എന്ന വേർഡിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ലീഡർ അല്ലെങ്കിൽ നേതാവ് എന്നതാണ് ഡ്യൂച്ചെ എന്ന വേർഡിന്റെ അർത്ഥം. പ്രസിദ്ധമായ റോം മാർച്ച് സംഘടിപ്പിച്ചു. വധിക്കപ്പെട്ട സ്ഥലമാണ് കൊമാവോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമോ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം എന്ത് ചെയ്തത്? വധിക്കപ്പെട്ടത്. അവിടെ വെച്ച് വെടിയേറ്റാണ് ഈ പറയുന്ന മുസോളിനി മരിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്ന പോലെയാണ്. അപ്പൊ പുരുഷന് യുദ്ധം എന്ന് പറയുന്നത് സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. അത്രത്തോളം യുദ്ധത്തെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു പറയുന്നത് മുസോളിനി. അതുകൊണ്ട് തന്നെയാണ് വെടിയേറ്റ് കോമോയിൽ വെച്ച് തട്ടിപ്പോയത്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞത് മുസോളിനിയാണ്. ചുവപ്പ് കാവൽ സേന ആരുടെയാന്ന് ചോദിച്ചാൽ ചുവപ്പ് കാവൽ സേന ലെനിന്റെയാണ്. ചുവപ്പ് കാവൽ സേന. ചുവപ്പ് സേനയാണെങ്കിൽ മാവോ സേതൂങ് ആണ്. ചുവപ്പ് കുപ്പായക്കാർ ആരുടെയാന്ന് ചോദിച്ചാൽ ഗ്യാരി ബാൽട്ടിയുടെയാണ് ചുവപ്പ് കുപ്പായക്കാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചുവപ്പ് കുപ്പായക്കാർ ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? ഗ്യാരി ബാൾട്ടി. കരിങ്കുപ്പായക്കാർ എന്നറിയപ്പെടുന്നത് ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരുടെയാണ്? ഈ പറയുന്ന മുസോളിനിയുടെയാണ്. ഓക്കെ, ഇനി അഡോൾഫ് ഹിറ്റ്ലർ. നമുക്കറിയാം അത്രത്തോളം ഭയങ്കരമായ ധൈര്യത്തിന്റെ ഉടമയും അതേപോലെ തന്നെ നമ്മൾ പണ്ട് ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് പറഞ്ഞ പോലെ തോൽവി എന്നത് എൻ്റെ നിഘണ്ടുവിലില്ല എന്നൊക്കെ പറയുന്ന അത്രത്തോളം കോൺഫിഡന്റ് ലെവലുള്ള ഒരു മനുഷ്യനായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ഇനി നാസിയുടെ പ്രധാന നേതാവ് ജനിച്ചത് ആസ്ട്രിയയിലാണ്. ജനിച്ച വർഷം എന്നാ ചോദിച്ചാൽ 1889 ഹിറ്റ്ലർ ജനിച്ചത്. രൂപീകരിച്ച സംഘടനയായിരുന്നു ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്ന സംഘടന. താഴെ പറയുന്നവയിൽ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് അഡോൾഫ് ഹിറ്റ്ലറുടെ സംഘടനയായിരുന്നു ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം, അതായത് നാസിയും ഫാസിസം മുസോളിനി, നാസിസം എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെയാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രിയയിലാണ് 1889 രൂപീകരിച്ച സംഘടന ബ്രൗൺ ഷർട്ട്. അദ്ദേഹത്തിന്റെ രഹസ്യ പോലീസിന് പറയുന്ന പേരായിരുന്നു ഗെസ്റ്റപ്പോ. അപ്പോ ഗെസ്റ്റപ്പോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രഹസ്യ പോലീസ്. ഫ്യൂറർ എന്നറിയപ്പെട്ടിരുന്ന ജർമ്മൻ നേതാവ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ധീരമായി പൊരുതിയതിനായി ഹിറ്റ്ലർക്ക് ലഭിച്ച ബഹുമതിയാണ് അയൺ ക്രോസ്. ഓക്കെ, അപ്പൊ അയൺ ക്രോസ് ബഹുമതി താഴെ പറയുന്നവയിൽ ഏതു നേതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറുടെ കാമുകിയുടെ പേരാണ് ഇവാ ബ്രൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവാ ബ്രൗൺ എന്നറിയപ്പെടുന്നതാണ് ഹിറ്റ്ലറുടെ കാമുകി. ആത്മകഥയാണ് മെയിൻ കാഫ് അല്ലെങ്കിൽ മൈ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആത്മകഥ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ആത്മകഥ മെയിൻ കാഫ് അല്ലെങ്കിൽ മൈ സ്ട്രഗിൾ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ആത്മഹത്യ ചെയ്ത വർഷമാണ് 1945 ഏപ്രിൽ 30 അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. കറുത്ത ചിലന്തി നാസികളുടെ ചിഹ്നമാണ്. അതിനെ നമുക്ക് സ്വസ്തിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് കറുത്ത ചിലന്തി, നാസികളുടെ ചിഹ്നമായിട്ടുള്ള കറുത്ത ചിലന്തി സ്വസ്തിക എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സ്വസ്തിക എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മംഗളം തരുന്നത് എന്നതാണ്. അതായത് ഐശ്വര്യം എന്നതാണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ ജനത സ്വസ്തികയെ വിശേഷിപ്പിച്ചത് കറുത്ത ചിലന്തി എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഐശ്വര്യം തരുന്നത് അല്ലെങ്കിൽ മംഗളം ഭവിക്കുന്നത് എന്നതാണ് സ്വസ്തിക എന്ന് പറയുന്ന ആ ഒരു സിംബലിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ യൂറോപ്യൻ ജനത സ്വസ്തികയെ വിശേഷിപ്പിച്ചത് കറുത്ത ചിലന്തി എന്നായിരുന്നു, ബ്ലാക്ക് സ്പൈഡർ. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടത് എന്നും ജർമ്മൻകാർ എന്ന് പറയുന്നത് ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ലെവലിലേക്ക് പോയത്. ഓക്കെ, അപ്പൊ ഒരു മൊണോപ്പൊളി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ എന്ന് പറയുന്നത് ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കുകയും അതേപോലെ തന്നെ സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുക്കുകയും ചെയ്ത ആളായിരുന്നു ആരെന്ന് പറയുന്നത്, ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കുകയും സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഹിറ്റ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ചെമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വാതന്ത്ര്യ ഭാരത സർക്കാരിലെ വിദേശകാര്യ മന്ത്രിയായിരുന്നു ചെമ്പകരാമൻ പിള്ള. ഇമ്പോർട്ടന്റ് ആണ്. കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യമന്ത്രി. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗമുണ്ടായിരുന്ന ഏക വിദേശി. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗമുണ്ടായിരുന്ന ഏക വിദേശി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ മലയാളിയായ വിപ്ലവകാരി. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ മലയാളിയായ വിപ്ലവകാരി. ചെമ്പകരാമൻ പിള്ളയുടെ മരണത്തിന് ഉത്തരവാദികൾ എന്ന് വിശ്വസിക്കപ്പെടുന്നത് നാസികളാണ്. അന്തരിച്ചത് പ്രഷ്യയിൽ വച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധവുമായി നമുക്ക് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ശ്രമിക്കുക. കാരണം നിങ്ങൾ തരുന്ന കമന്റുകളാണ് നമുക്ക് മുന്നോട്ടേക്ക് ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അതെന്തൊക്കെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ 1914 മുതൽ 1918 വരെ ആയിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. നമുക്കറിയാം ആ ഒരു സമയത്ത് രണ്ട് ചേരികളായിട്ടാണ് അന്ന് രാജ്യങ്ങളൊക്കെ തിരിഞ്ഞിരുന്നത്. ഒന്നായിരുന്നു ഏതൊക്കെ, ത്രികക്ഷി സഖ്യവും അതേപോലെ തന്നെ
ത്രികക്ഷി സൗഹാർദ്ദവും എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻഡന്റ് എന്ന് പറയുന്നതാണ് ഈ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ത്രികക്ഷി സൗഹാർദ്ദത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഏതൊക്കെ എന്ന് പറയുന്നത്, ബ്രിട്ടനും ഫ്രാൻസും അതേപോലെ തന്നെ റഷ്യയും. എന്നാൽ ത്രികക്ഷി സഖ്യത്തിലെ ആളുകളാണ് ആസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പാൻസ്ലാവ്, അതേപോലെ തന്നെ പാൻ ജർമ്മൻ പ്രതികാര പ്രസ്ഥാനം, മൊറോക്കൻ പ്രതിസന്ധി എന്താന്ന് പഠിച്ചു, ബാൽക്കൻ പ്രതിസന്ധി നമ്മൾ പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുള്ള കാരണം നമ്മൾ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ എന്താണ്, ഓരോ സമയത്തും ഓരോ രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട സന്ധികൾ ഏതൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എന്താണ് കറുത്ത വ്യാഴാഴ്ച? 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെട്ടത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ്, ആ സമയത്താണ് എന്ത് ഫാസിസവും അതേപോലെ തന്നെ നാസിസവും. ഫാസിസം ആരുടെയായിരുന്നു? മുസോളിനി. നാസിസം എന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെ ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ചെമ്പക രാമൻപിള്ള. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുജറാത്തിനെ കുറിച്ചാണ്, കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുകയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം 20 മാർക്കിൽ നമുക്കൊരു 15 മാർക്കെങ്കിലും വാങ്ങാൻ പറ്റിയെങ്കിലാണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഗുജറാത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു പോയിരുന്നു കുറെ കാര്യങ്ങൾ, അതായത് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗോവയൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഇന്ന് ഗുജറാത്താണ്. ഒറ്റയടിക്ക് തന്നെ ക്ലാസ് തീരുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ്, കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, പക്ഷെ എന്ത് ചെയ്യുക, മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഗുജറാത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അറിയാം എവിടെയാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. ഗുജറാത്തിന്റെ തലസ്ഥാനമാണ് എവിടെ? ഗാന്ധിനഗറാണ്. രൂപീകൃതമായത് നമുക്കറിയാം 1960 മെയ് 1-നാണ്. പ്രധാന ഭാഷയാണെങ്കിൽ ഗുജറാത്തിയാണ്. ജില്ലകൾ ഏകദേശം 33ഓളം ജില്ലകളുണ്ട്. അതേപോലെ തന്നെ ഹൈക്കോടതി അഹമ്മദാബാദ് ആണ്. പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് ഹോളി, ദീപാവലി, നവരാത്രിയാണ്. പ്രധാന നൃത്തരൂപം PSC എപ്പോഴും ചോദിക്കുകയാണ് ഗുജറാത്തിന്റെ നൃത്തരൂപം ഏതാന്ന് ചോദിച്ചാൽ അത് ഗർബയും അതേപോലെ തന്നെ രാസലീല, ദണ്ഡിയ റാസ് എന്നിവയാണ്. പ്രധാന നദികൾ സബർമതി, നർമ്മദയാണ്. സംസ്ഥാന മൃഗം ഏഷ്യൻ സിംഹവും. സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഫ്ലമിംഗോ. അതേപോലെ തന്നെ സംസ്ഥാന പുഷ്പമാണ് മാരിഗോൾഡ്. സംസ്ഥാന വൃക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ ബനിയൻ ട്രീ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തായിട്ട് നമുക്ക് ഒറ്റയടിക്ക് ഒരു ബേസ് എന്നുള്ള ലെവലിൽ ഗുജറാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അതേപോലെ തന്നെ എന്താണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്, കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് പോകാം. പ്രാചീന കാലത്ത് നമ്മുടെ ഗുജറാത്ത് അറിയപ്പെട്ടിരുന്നത് ഗുർജരം എന്ന പേരിലാണ്. അതേപോലെ തന്നെ പടിഞ്ഞാറൻ ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ഗുജറാത്ത് ആയിരുന്നു. ഇതിഹാസങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെട്ടത് ഏതാണ്? നമ്മുടെ ഗുജറാത്ത് തന്നെയാണ്. സംസ്ഥാന രൂപീകരണം മുതൽ തന്നെ മദ്യനിരോധനം നടപ്പിലാക്കിയതും നമ്മുടെ ഗുജറാത്തിലാണ്. ഏറ്റവും കൂടുതൽ ഉപ്പ്, പരുത്തി, സസ്യ എണ്ണ, നിലക്കടല, അതേപോലെ തന്നെ പുകയില എന്നിവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിരുന്നു ഗുജറാത്ത്. ഓക്കെ, ഉജാല പദ്ധതി പ്രകാരം 2 കോടി LED ബൾബുകൾ വിതരണം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാ? ഗുജറാത്താണ്. നമുക്ക് നേരെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ബേസ് ആണ് മക്കളെ. നമ്മൾ ഓരോ സംസ്ഥാനങ്ങളും പഠിക്കുമ്പോഴും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു കാര്യങ്ങൾ പറഞ്ഞു പോയെങ്കിൽ അത്രയും നിങ്ങൾക്ക് അതിന്റെ ഒരു ധാരണ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ കരുതുന്നു. നമുക്ക് ഗുജറാത്തിലേക്ക് പോകാം. രാജ്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. രാജ്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഹിരസാർ എയർപോർട്ട് എന്നതാണ് ഇതിന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രാജ്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം, അതർവൈസ് നോൺ എസ് എന്താണ്? ഹിരസാർ എയർപോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വജ്ര വ്യാപാര കേന്ദ്രമാണ് നമ്മുടെ സൂററ്റ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ വജ്ര വ്യാപാര കേന്ദ്രം സൂററ്റ് ആണ്. 2023 ഡിസംബർ സിന്ധു നദിയുടെ സംസ്കാര കാലയളവിലെ ഉത്ഖനനത്തിന്റെ ശിലകൾ കണ്ടെത്തിയ പ്രദേശമാണ് ലൂന, ഗുജറാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. അപ്പോൾ എന്താണ് 2023 സെപ്റ്റംബറിൽ സിന്ധു നദിയുടെ സംസ്കാര കാലയളവിലെ ഉൽക്കാപതനത്തിന്റെ ശിലകൾ? ഓക്കെ, ഉൽക്കാപതനത്തിന്റെ ശിലകളാണ് കേട്ടോ, ഉദ്ഘാടനം അല്ല. ഉൽക്കാപതനത്തിന്റെ ശിലകൾ കണ്ടെത്തിയ പ്രദേശമാണ് ലൂന എന്ന് പറയുന്ന സ്ഥലം. ലൂന. ഓക്കെ, ഉൽക്കാപതനത്തിന്റെ ശിലകൾ കണ്ടെത്തി 2023 ഡിസംബർ സിന്ധു നദിയുടെ സംസ്കാര കാലയളവിലെ എന്താണ് ഉൽക്കാപതനത്തിന്റെ ശിലകൾ കണ്ടെത്തിയ പ്രദേശമാണ് ലൂന. അത് ഗുജറാത്താണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്നത് ധൊലേറ എന്ന് പറയുന്ന സ്ഥലമാണ്. ചിപ്പ് നമുക്കറിയാം, ഇന്ന് കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ എന്താണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിൻ്റെയൊക്കെ കാലമാണ്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ചിപ്പുകളാണ്, IC ചിപ്പുകൾ. അതായത് 4th ജനറേഷൻ കമ്പ്യൂട്ടർ മുതൽ തുടങ്ങിയപ്പോൾ അന്ന് മുതൽ ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിലേക്ക് വന്നതാണ് ഈ പറയുന്ന IC ചിപ്പുകളുടെ കണ്ടുപിടുത്തം. അപ്പോൾ ഈ IC ചിപ്പുകൾ എന്താണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ചിപ്പുകൾ ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ഥലമാണ് ധൊലേറ എന്ന് പറയുന്നത്. അത് ഗുജറാത്താണ്. ചിപ്പ് നിർമ്മാണ രംഗത്ത് ഇന്ത്യയിലെ ആദ്യ ഫാക്ടറിയും വരുന്നത് ധൊലേറ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തന്നെയാണ്. ചിപ്പ് നിർമ്മാണ മേഖലകൾക്കായി പ്രത്യേക നയം രൂപവൽക്കരിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് ഗുജറാത്ത്. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം അതെവിടെയാ? ഗുജറാത്തിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. 2023 ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ട മത്സ്യമാണ് ഗോൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ട മത്സ്യം എന്ന് ചോദിച്ചാൽ അത് ഗോലാണ്. ഓക്കെ, അപ്പോൾ ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് മത്സ്യ? ഗോൽ എന്ന് പറയുന്ന മത്സ്യമാണ്. നമ്മുടെ ഈ കാളാഞ്ചി എന്ന് പറയുന്ന ഒരു മീനൊക്കെ ഉണ്ട്, ആ മീനെ പോലെ ഇരിക്കുന്നതാണ് ഈ പറയുന്ന ഗോൽ എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു മത്സ്യമാണ് ഈ പറയുന്ന ഗോൽ മത്സ്യം എന്ന് പറയുന്നത്. വൈറ്റ് ഫ്ലഷ് ആണ് അതിൻ്റെ. ഓക്കെ, ഇനി ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാല ഡിക്കിംഗ് യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയ. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ആദ്യ ക്യാമ്പസ് നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീക്കിംഗ് യൂണിവേഴ്സിറ്റി. ഇത് ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റിയാണ് ഡീക്കിംഗ് യൂണിവേഴ്സിറ്റി. ഇത് എവിടെയാണ്? ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ആദ്യ ക്യാമ്പസ് നിലവിൽ വരുന്നത്. ഇനി ഏഷ്യയിലെ ആദ്യത്തെ കറൻസി എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ്. അപ്പൊ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന ഗുജറാത്തിലെ എന്താണ്? ശരിക്കും ഒരു ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ്. 2023 പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 700 മെഗാവാട്ട് ആണവ നിലയമാണ് കക്രപാറ ആണവ നിലയം. BSc ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ മക്കളെ. കക്രപാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂകമ്പ സ്മാരകം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഗുജറാത്താണ്. 2022 ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിദേശ നിക്ഷേപം എത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ 2022 ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിദേശ നിക്ഷേപം എത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. അന്താരാഷ്ട്ര പട്ടം പറക്കൽ മഹോത്സവം 2023 ജനുവരി 7 ഉദ്ഘാടനം ചെയ്ത നഗരമാണ് അഹമ്മദാബാദ്. അന്താരാഷ്ട്ര പട്ടം പറക്കൽ മഹോത്സവം 2023 ജനുവരി 7 ഉദ്ഘാടനം ചെയ്ത നഗരമാണ് അഹമ്മദാബാദ്. 2023 നാഷണൽ ചൈൽഡ് സയൻസ് കോൺഗ്രസ് നടന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനം അഹമ്മദാബാദ് ആണ്. സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് നടന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ PSc ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മൊത്തമായിട്ട് വിടുക. കാരണം അഹമ്മദാബാദിന്റെ ആദ്യകാല പേര് കർണാവതിയാണ്. അഹമ്മദാബാദ് നഗരം പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആരാണ് അഹമ്മദാബാദ് നഗരം പണി കഴിപ്പിച്ച ഭരണാധികാരി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ എല്ലാവരും അത് എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അഹമ്മദാബാദ് നഗരം പണി കഴിപ്പിച്ച ഭരണാധികാരി ആരാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, 2023 ചൈൽഡ് സയൻസ് കോൺഗ്രസ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം അഹമ്മദാബാദ്. ഇന്ത്യയിൽ സ്പേസ് സിസ്റ്റം ഡിസൈൻ ലാബ് ഉദ്ഘാടനം ചെയ്ത നഗരമാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ സ്പേസ് സിസ്റ്റം ഡിസൈൻ ലാബ് ഉദ്ഘാടനം ചെയ്ത നഗരമാണ് അഹമ്മദാബാദ്. രാജ്യത്തെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. മെഹ്സന ജില്ല എന്ന് പറയുന്നതാണ് രാജ്യത്തെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. ഗുജറാത്തിലെ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ മെഹ്സന ജില്ല. മൃഗങ്ങൾക്ക് സൗജന്യ വാക്സിനേഷൻ ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്.
US ട്രഷറിയുടെ സഹായത്തോടെ മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരമാണ് വഡോദര. ആദ്യ നഗരം ചോദിച്ചാൽ അത് പൂനെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് US ട്രഷറിയുടെ സഹായത്തോടെ മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരം വഡോദര. നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസ് ക്യാമ്പസ് നിലവിൽ വരുന്നത് ദ്വാരക. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് സൂററ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്ത നഗരം ഏതാ ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ, 1 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രോജക്റ്റ് നിലവിൽ വന്നത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്ഥലത്താ? അതായത് ഗുജറാത്തിലെ സൂററ്റിലെ കവാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം, ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, 1 മാർക്ക് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആരും തെറ്റിക്കരുത്, കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്ത നഗരമാണ് ഏതെന്ന് പറയുന്നത്? സൂററ്റിലെ കവാസ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകേണ്ടത് രാജസ്ഥാനെ കുറിച്ചാണ്. അപ്പോൾ രാജസ്ഥാൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വന്നത് 1956 എന്നാണ്, നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് രാജസ്ഥാൻ നിലവിൽ വന്നത്. ഇനി പ്രധാന ഭാഷ രാജസ്ഥാനി ഹിന്ദിയാണ്. അതേപോലെ തന്നെ എന്താണ്, ഹൈക്കോടതി ജോധ്പൂർ ആണ്. പ്രധാന നൃത്തരൂപം ഭവായ്, ഖുമർ, ഖയാൽ, ചാരിയൊക്കെയാണ്. പ്രധാന ഉത്സവം PSC ചോദിക്കാറുണ്ട്, മർവാറും തീജും അതേപോലെ തന്നെ ഗഗൻ ഗൗർ ആണ് പ്രധാന ഉത്സവം. അതേപോലെ തന്നെ എന്താണ്, മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടകമാണ്. അതേപോലെ പക്ഷിയാണെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ്. പ്രധാന പുഷ്പം റോഹിത. അതേപോലെ തന്നെ വൃക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേജ്രി ആണ്. ഓക്കെ, നമുക്കറിയാം മത്സ്യ, രജപുത്താന എന്നീ പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമായിരുന്നു എന്തെന്ന് പറയുന്നത് രാജസ്ഥാൻ ഭരിച്ചിരുന്ന പ്രധാന രാജവംശങ്ങളാണ് ചൗഹാൻ, സോളങ്കി, അതേപോലെ തന്നെ പ്രതിഹാരന്മാർ എന്ന് പറയുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിലെ അവശിഷ്ടം കണ്ടെത്തിയ രാജസ്ഥാനിലെ സ്ഥലം ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണെയാണ് കാലിബംഗൻ എന്ന വാക്കിന്റെ അർത്ഥം. അതും ചോദിച്ചിട്ടുണ്ട്. കറുത്ത വളകൾ എന്നതാണ് കാലിബംഗൻ എന്ന വാക്കിന്റെ അർത്ഥം. കാലിബംഗൻ കണ്ടെത്തിയത് A. ഘോഷ് എന്ന് പറയുന്ന ആളാണ്. 2023 രാജസ്ഥാനിൽ രൂപം കൊണ്ട ജില്ലകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 19 ജില്ലകളാണ് കേട്ടോ രാജസ്ഥാനിൽ 2023. ഇന്ന് ആകെ എത്ര ജില്ലകളാണ് രാജസ്ഥാനിൽ എന്ന് ചോദിച്ചാൽ എത്രയാണ്? 50 ജില്ലകളാണ് ഇന്ന് നിലവിൽ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നേരെ പോകാം. ആരോഗ്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ്. ആരോഗ്യത്തിനുള്ള അവകാശം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ആരോഗ്യത്തിനുള്ള അവകാശം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ രാജസ്ഥാൻ. ആരോഗ്യത്തിനുള്ള അവകാശം. G20 ഉച്ചകോടി അധ്യക്ഷ സ്ഥാനത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രതിനിധി സമ്മേളന വേദിയാണ് ഉദയ്പൂർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ. G20 ഉച്ചകോടി അധ്യക്ഷ സ്ഥാനത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രതിനിധി സമ്മേളന വേദിയാണ് ഉദയ്പൂർ. 2023 മെയ്യിൽ വൻതോതിലുള്ള ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ രാജസ്ഥാനിലെ ജില്ലയാണ് നാഗൗർ ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പൊ എല്ലാവരുടെയും നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന മൊബൈൽസ് ഒക്കെ ആണെങ്കിൽ ആ മൊബൈൽസിന്റെ ഒക്കെ ബാറ്ററി ഏതാണെന്ന് ചോദിച്ചാൽ ലിഥിയം അയൺ ബാറ്ററിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ, അതേപോലെ തന്നെ ഇലക്ട്രിക് കാറുകൾ, ഇതിലൊക്കെ നമ്മുടെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററിയാണ്. അപ്പോൾ 2023 മെയ്യിൽ വൻതോതിലുള്ള ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ രാജസ്ഥാനിലെ ജില്ലയാണ് നാഗൗർ ജില്ല. ഡൽഹി മുംബൈ എക്സ്പ്രസ് 246 കിലോമീറ്റർ നീളമുള്ള ഹൈവേ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നഗരമാണ് ദൗസ, രാജസ്ഥാൻ. ഓക്കെ, അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന ഇമ്പോർട്ടന്റ് ആണോ, ചോദിച്ചേക്കണ ചോദ്യമാണ്. അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാ ചോദിച്ചാൽ മക്കളെ അത് രാജസ്ഥാനാണ്. 2023 ഓഗസ്റ്റിൽ ദിനോസറുകളുടെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലുകൾ കണ്ടെത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാനിലെ ജയ്സാൽമീർ. നമുക്കറിയാം ഒട്ടകമേളയൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2023 ഓഗസ്റ്റിലെ ദിനോസറുകളുടെ ഏറ്റവും പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാനിലെ
ജയ്സാൽമീർ എന്ന് പറയുന്നത്. നമുക്കറിയാം മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക വന്യജീവി സങ്കേതം ജയ്സാൽമീർ ആണ്. താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ജയ്സാൽമീർ ആണ്. അതേപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന മരുഭൂമിയാണ് താർ ഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ജയ്സാൽമീർ ഇന്ത്യയിൽ ആദ്യമായി എന്താണ് ഡിക്രയോസറസ് ദിനോസറിന്റെ ഫോസിൽ. ഓക്കെ, അതാണ് ആ ഫോസിലിന്റെ ശരിക്കും അതിന്റെ ഒരു പേരെന്ന് പറയുന്നത്. എന്താണ് അതായത് എന്താണ് ഡിക്രയോസോറസ് ദിനോസർ ഫോസിൽ കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലാണ്, ജയ്സാൽമീർ. ഓക്കെ, ഇനി ഇന്ത്യൻ ഡിജിറ്റൽ ലോക അദാലത്ത് ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം, ഇന്ത്യയിലെ ഡിജിറ്റൽ ലോക അദാലത്ത് ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം താറോസോറസ് ഇൻഡിഗസ് എന്നാണ് രാജസ്ഥാനിൽ നിന്നും കണ്ടെത്തിയ ഫോസിലുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. പരമ്പരാഗത കലകളെ പ്രോത്സാഹിപ്പിക്കാൻ കരകൗശല നയം ആരംഭിച്ച സംസ്ഥാനമാണ് നമ്മുടെ രാജസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോ പരമ്പരാഗത കലകളെ പ്രോത്സാഹിപ്പിക്കാൻ കരകൗശല നയം ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ 18ാമത് നാഷണൽ ജബൂരി 2023 ജനുവരിയിൽ നടന്ന സ്ഥലമാണ് രാജസ്ഥാനിലെ പാലി എന്ന് പറയുന്ന സ്ഥലം. അപ്പോ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ 18ാമത് നാഷണൽ ജബൂരി 2023 ജനുവരിയിൽ നടന്ന സ്ഥലമാണ് രാജസ്ഥാനിലെ പാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റുകളിൽ ഒന്നായ ബിക്കാനീർ സോളാർ പവർ പ്രോജക്റ്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമു തറക്കല്ലിട്ട സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റുകളിൽ ഒന്നായ ബിക്കാനീർ സോളാർ പവർ പ്രോജക്റ്റിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു തറക്കല്ലിട്ട സംസ്ഥാനം രാജസ്ഥാൻ. രാജ്യത്ത് ആദ്യമായി അന്ധനിവാരണ നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് നടപ്പിലാക്കിയത് രാജസ്ഥാൻ. കീടനാശിനിയും വളവും വിളകൾക്ക് സ്പ്രേ ചെയ്യാനായി കർഷകർക്ക് ഡ്രോണുകൾ വാടകയ്ക്ക് നൽകിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പോൾ കീടനാശിനിയും വളവും വിളകൾക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഡ്രോൺ എന്ന് പറയുന്ന സൗകര്യം, അതായത് മുകളിലൂടെ പറത്തുന്ന ചെറിയ ഡ്രോൺസ് ആണ്. അപ്പോൾ അത് കൊടുത്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ. 2023 പരിസ്ഥിതി ലോല മേഖലയെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച താൽചാപ്പർ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ. ചോദ്യമാണ് താൽചാപ്പർ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? രാജസ്ഥാൻ. മഹാത്മാ ജ്യോതിറാവു ഫൂലെയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. മഹാത്മാ ജ്യോതിറാവു ഫൂലെയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2023 രാജസ്ഥാനിൽ പ്രഖ്യാപിച്ച കൺസർവേഷൻ റിസർവുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാണ് സോർസൺ, രണ്ടാമത്തെ കിച്ചാൻ, മൂന്നാമത്തെ ഹാമിർഗസ്. ഓക്കെ, ഹാമിർഗഡ്. ഓക്കെ, അപ്പോൾ 2023 രാജസ്ഥാനിൽ പ്രഖ്യാപിച്ച കൺസർവേഷൻ റിസർവുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോർസൺ, കിച്ചാൻ, ഹാമിർഗഡ് ആണ്. ഇനി സോർസൺ കൺസർവേഷൻ റിസർവിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് കൃഷ്ണമൃഗം, അതേപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. കുർജാൻ എന്നറിയപ്പെടുന്ന ഡിമോ ഇസേലി ക്രെയിൻ ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രമാണ് കിച്ചാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജയ്പൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ജയ്പൂരാണ്. ദേശീയ സ്മാരക മാങ്കാർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അപ്പോൾ ദേശീയ സ്മാരക മാങ്കാർ ഡാം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിട്ടുള്ള ശിവശക്തി പ്രതിമയായ വിശ്വാസ് രൂപം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാനിലെ രാജസമന്ദ് ജില്ല. പ്രതിമയുടെ ഉയരം 369 അടിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഓർത്തു വെച്ചോ. ഉറപ്പായിട്ടും അത് ചോദിക്കാവുന്നതാണ് ഈ പറയുന്ന പ്രതിമ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയായ വിശ്വാസ് സ്വരൂപം ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ്, ശിവപ്രതിമ. ഓക്കെ, അതാണ് വിശ്വാസ് രൂപം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവ പ്രതിമയായിട്ടുള്ള വിശ്വാസ് രൂപം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനിലെ രാജസമന്ദ് ജില്ലയാണ്. പ്രതിമയുടെ ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ 369 അടി ഉയരമാണ് ഈ പ്രതിമയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധം വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തമായിട്ട് ക്ലാസ് കണ്ടതിന് ശേഷം 1-2 പ്രാവശ്യം നോട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ നോട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക,
നിങ്ങൾ നേരെ 9 മണിക്ക് എല്ലാ ദിവസവും നമ്മൾ ക്വസ്റ്റ്യൻ ബോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ബോളിൽ ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചതെന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ ബോളോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. 75 ഹോട്ട് ടോപ്പിക്സിന്റെ ഇന്ന് 15 ദിവസം എത്തി നിൽക്കുമ്പോൾ നമ്മൾ അത്രത്തോളം കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മാക്സിമം നമുക്ക് ഈ ഒരു 1 or 2 വീക്സിനുള്ളിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് ഓർത്തിരിക്കാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇനിയും നമ്മുടെ ടെലഗ്രാം ഫാമിലിയിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിന്റെ എല്ലാം ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന യൂട്യൂബും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ടെലഗ്രാമുമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടിലും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.